പ്രഭാത വന്ദനങ്ങൾ. കോറി ടെൻ ബൂം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു സ്ത്രീ ഒരു ഡച്ചുകാരിയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഹിറ്റ്ലറിന്റെ സമയത്ത് നാസി പാർട്ടികൾ ജൂയിഷുകാരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികൾ യഹൂദന്മാരെ സംരക്ഷിക്കാനായിട്ട് അവരുടെ വീടുകളൊക്കെ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അത് പിന്നീട് ഇവരറിഞ്ഞപ്പോൾ അവരെ ഉൾപ്പെടെ പിടിച്ച് ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ കോറി ടെൻ ബൂമും തൻ്റെ വീട്ടിൽ കുറച്ച് യഹൂദന്മാരെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ അവരെ നാസി പാർട്ടികൾ വന്ന് കൊണ്ടുപോയി ജർമ്മനിയിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കുകയുണ്ടായി. ആ സമയത്തൊക്കെയും അവർ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ അതിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കുറേ വർഷങ്ങൾ അവർ ലോകത്തെങ്ങും സഞ്ചരിച്ച് എങ്ങനെയാണ് സഫറിങ്ങിലൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തി എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്നു. അങ്ങനെ അവർക്ക് വീടൊന്നുമില്ലായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ അവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. അതറിഞ്ഞൊരു അവരുടെ ഒരു സുഹൃത്ത് ഇപ്രകാരം അവരോട് ചോദിച്ചു, കണ്ടോ, ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളെ കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ദൈവം ഒരു വീട് പണിത് തന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഈ കോറി ടെൻ ബൂം ഇപ്രകാരം പറഞ്ഞു, ഇവിടെ മാത്രമല്ല ഞാൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കണ്ടത്, ഞാൻ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നപ്പോഴും കൊടിയ പീഡനത്തിലൂടെ കടന്നു പോയപ്പോഴും ഞാൻ കർത്താവിൻ്റെ വിശ്വസ്തതയെ കണ്ടു. അതെ, നമ്മുടെ ദൈവം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉള്ളതാണ്. നമുക്ക് നല്ല സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല, നമ്മുടെ അല്ലാത്ത അവസ്ഥകളിലുമെല്ലാം നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോഴൊക്കെയും നമ്മളെ ബലപ്പെടുത്തേണ്ട വചനം ഐസയ 41:10 പറഞ്ഞിരിക്കുന്നത് പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള വചനമാണ്. ഇതേ വചനമാണ് അവരെയും ബലപ്പെടുത്തിയത്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളോട് വാഗ്ദത്തം തന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അങ്ങയുടെ വിശ്വസ്തത അനുഭവിക്കുവാനായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഏത് സാഹചര്യത്തിലും കർത്താവെ ഞങ്ങൾ അതിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നവരായി, അങ്ങയെ സ്നേഹിക്കുന്നവരാക്കി അങ്ങ് ഞങ്ങളെ മാറ്റുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിന്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.